ഹായ്, ഞാൻ രതീഷ്. ഞാനിവിടെ പറയുന്നത് പെരിയാർ നദിയിൽ ഒരു കടത്തുകാരൻ്റെ നിഗൂഢമായൊരു പ്രേതാനുഭവത്തെ പറ്റിയാണ്. എല്ലാവരും കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലോ അല്ലേ? കഥ കേട്ടുകൊള്ളൂ. ഇനി കഥയിലേക്ക് പോകാം. പെരിയാർ നദിയിലൂടെ ഒഴുകുന്ന തോണി. രാത്രി 8 മണിയായതും കുട്ടൻ എന്ന പേരുള്ള ഒരു കടത്തുകാരൻ ആളുകളെ തോണിയിൽ കയറ്റി അക്കരെ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. നല്ലൊരു വരുമാനം കിട്ടി. എന്നിട്ട് നാട്ടിലുള്ള അമ്മയ്ക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ ഇരിക്കെ കടന്ന് അക്കരയ്ക്ക് പോയി തിരിച്ചു വരുന്ന വഴിക്ക് കോരിച്ചൊരിയുന്ന മഴയും കാതടപ്പിക്കുന്ന ഇടി മുഴക്കവും. അങ്ങനെ എവിടെ നിന്നോ കുറുക്കന്മാർ ഓടിയിടുന്ന ശബ്ദം. എന്നിട്ട് ഒരു ചിലങ്കയുടെ ശബ്ദം കേട്ടു. കുട്ടൻ ചുറ്റും നോക്കിയതും അതൊരു സ്ത്രീയായിരുന്നു. പക്ഷേ അവൾക്ക് കാലില്ല. ആ സ്ത്രീ എന്നിട്ട് പുഴയിലേക്ക് എടുത്ത് ഒറ്റച്ചാട്ടം. ചാടിയതിൻ്റെ ഒരു ലക്ഷണം പോലുമില്ല. അങ്ങനെ അവൻ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരോട് ഈ കാര്യം അന്വേഷിച്ചതും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ ഈ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ടുള്ളതാണ്. നേരം വെളുത്തപ്പോൾ അവന് നല്ല പനി. അങ്ങനെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ചരട് ജപിച്ച് കിട്ടിയതിന് ശേഷമാണത് മാറിയത്. അങ്ങനെ കഥ അവസാനിച്ചിരിക്കുന്നത്. അങ്ങനെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇനി അടുത്തൊരു കഥയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തുന്നതായിരിക്കും. ലവ് യു ഓൾ, ബൈ.